ദുബായിലെ ഫോർച്യൂൺ ഹൗസ് എന്ന സ്ഥാപനത്തിൽ നിന്ന് പി കെ ഫിറോസിന് 5 ലക്ഷം രൂപ വരുമാനം ലഭിക്കുന്നുണ്ട്. സ്ഥാപനം പ്രവർത്തിക്കുന്നത് ദുബൈയിൽ എവിടെയാണ് എന്ന് ഫിറോസ് വ്യക്തമാക്കണമെന്നാണ് ജലീലിന്റെ അടുത്ത ആവശ്യം. ഇത് റിവേഴ്സ് ഹവാലയ്ക്ക് വേണ്ടിയുള്ള പ്രവർത്തനമാണ് ഈ കമ്പനി നടത്തുന്നത് എന്ന ആരോപണവും ഉന്നയിക്കുകയാണ് കെറ്റി ജലീൽ. ദുബായിൽ ഫോർച്യൂൺ ഹൗസ് ജനറൽ ട്രേഡിംഗ് എന്ന് പറയുന്ന കമ്പനിയുടെ സെയിൽസ് മാനേജരായിട്ട് സേവനമനുഷ്ഠിക്കുകയാണ്. 22,000 UAE ദിർഹം അദ്ദേഹത്തിന് ഓരോ മാസവും ശമ്പളമുണ്ട്. ഇത് ഇന്ത്യൻ രൂപയിലാക്കിയാൽ 5.25 ലക്ഷം രൂപ വരും. എന്ത് പ്രവൃത്തിയാണ് ഫിറോസ് ഇവിടെ എടുക്കുന്നത്? ഈ ഓഫീസിന്റെ ലൊക്കേഷൻ അദ്ദേഹം ഒന്ന് പുറത്തുവിടണം. വിദേശത്തുള്ള കമ്പനിക്ക് 3 പേരേ ഉള്ളൂ. അത് കമ്പനി വിസ കോട്ട പാസ്സാകുന്നതിനനുസരിച്ചാണ് അവിടെ ആളുകൾ അപ്പോയിന്റ് ചെയ്യുക. അതൊക്കെ ആ കമ്പനിയുടെ സ്വകാര്യമായിട്ടുള്ള കാര്യങ്ങളല്ലേ? അത് പൊതുമുതലായിട്ട് ബന്ധപ്പെട്ട കാര്യമാണോ? അവരെനിക്ക് എത്ര ശമ്പളം തരുന്നു, ഞാൻ എത്ര വാങ്ങുന്നു, അതൊക്കെ പരിശോധിക്കാൻ ഇവിടെ സംവിധാനങ്ങളില്ലേ? ഒരു ബ്രാൻഡഡ് ചിക്കൻ ഫുഡ് കമ്പനിയിൽ 2 ഫ്രാഞ്ചൈസികൾ ഫിറോസിന്റെ ബിനാമിയാണ് എന്നാണ് അടുത്ത ആരോപണം. ബ്രാൻഡഡ് ചിക്കൻ കമ്പനി തന്നെ ഫിറോസിന്റെ പങ്കാളിത്തത്തിൽ ഉള്ളതാണ് എന്ന വിവരവും പുറത്തു വരുന്നു എന്നതാണ് ജലീലിന്റെ ആരോപണത്തിൽ മനസ്സിലാക്കുന്നത്. ഇക്കാര്യം മറച്ചുവെച്ചാണ് ഫിറോസ് പൊതുപ്രവർത്തനം നടത്തുന്നത് എന്നതാണ് ജലീലിന്റെ ആരോപണം. 2 ഷോപ്പ് തുടങ്ങണമെങ്കിൽ എത്ര ലക്ഷം രൂപയായി? 70 ലക്ഷം രൂപ ഏറ്റവും ചുരുങ്ങിയത് വേണ്ടേ? എമ്മി എന്ന് പറയുന്ന ഈ പ്രസ്ഥാനം തന്നെ ഇദ്ദേഹത്തിന്റെ പാർട്ട്ണർഷിപ്പിൽ പ്രവർത്തിക്കുന്നതാണ് എന്നുള്ള ഒരു വിവരം കിട്ടിയിട്ടുണ്ട്. അത് നിങ്ങളോടിപ്പോ വ്യക്തമാക്കാൻ കഴിയാത്തത് അതിനുള്ള രേഖകൾ പൂർണ്ണമായിട്ടും നമ്മളുടെ കയ്യിൽ കിട്ടാത്തത് കൊണ്ടാണ്. ഏതായാലും 2 ഷോപ്പ് അദ്ദേഹത്തിൻ്റെതാണ് എന്ന് വന്നല്ലോ. എന്റെ വരുമാനം അദ്ദേഹം പറഞ്ഞ അത്ര വരുമാനമൊന്നുമില്ല. എന്റെ അക്കൗണ്ടുകൾ പരിശോധിക്കട്ടെ, കമ്പനിയുടെ അക്കൗണ്ടുകൾ പരിശോധിക്കട്ടെ. ഈ കമ്പനി റിവേഴ്സ് ഹവാല നടത്തുന്നില്ല എന്നൊക്കെ പറയുന്നത് ബാലിശമാണ്. ഈ കമ്പനി ഫുഡ് ട്രേഡിംഗ് കമ്പനിയാണ്. എന്തിനാണ് അത് പറയുന്നത്? എന്നിട്ട് അവരെ പോയി ഭീഷണിപ്പെടുത്താനോ? അതിനകത്ത് ഇൻവെസ്റ്റ്മെന്റ് ഇല്ല, ഞാൻ അതിനകത്ത് ഡയറക്ടർ ഇല്ല, ഞാൻ അതിനകത്ത് പാർട്ട് ടൈം ജീവനക്കാരൻ മാത്രമാണ്. ഹവാലയോ റിവേഴ്സ് ഹവാലയോ നടത്തുന്ന സ്ഥാപനമാണ് കെ പി ഫിറോസിനുള്ളത് എന്ന് സംശയിക്കണമെന്നാണ് കെറ്റി ജലീലിന്റെ പ്രധാനപ്പെട്ട ആരോപണം. ഫിറോസിന്റെ കൂട്ടാളികളായ അസ്ലമിന്റെയും റയീസിന്റെയും വിശദാംശങ്ങൾ എന്താണ് എന്ന് വ്യക്തമാക്കണം. ഇവരെക്കുറിച്ചുള്ള വിവരങ്ങൾ 2 ദിവസത്തിനകം പുറത്തുവിടുമെന്നും കെറ്റി ജലീൽ പറയുന്നു. അദ്ദേഹം നേരത്തെ പറഞ്ഞല്ലോ, ഇത് ഞങ്ങൾ കമ്പനിയാണ്, 3 മാനേജർമാരെ ആയിട്ടുള്ളൂ, ഇനി കുറച്ച് ആകും. ഈ കമ്പനി 1-2 വർഷം മാത്രം പഴക്കമുള്ള കമ്പനിയല്ല. ഇങ്ങനെ ഒരു ഓഫീസ് പോലും ചൂണ്ടിക്കാണിക്കാൻ കഴിയാത്ത കമ്പനി. ഫുഡ് സ്റ്റഫാണ് അവരുടെ ബിസിനസ് എങ്കിൽ അതിനൊരു ഗോഡൗൺ ഉണ്ടാവുമല്ലോ, അതിനൊരു ഷോറൂം ഉണ്ടാവുമല്ലോ. അതെവിടെയാണ് ദുബായിൽ? അതുപോലും അവർക്ക് പറയാൻ വേണ്ടി പറ്റുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഹവാലയും റിവേഴ്സ് ഹവാലയും ഒക്കെയാണോ ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ബിസിനസ് എന്ന്. ഫിറോസ് നേരത്തെ ഹവാല ഫോൺ, ഹുണ്ടി ഫോൺ എന്നാണ് അതിന് പറയുക. ആ സംവിധാനം ഫിറോസ് നടത്തിയിരുന്നു കൊടുവള്ളിയിൽ. അതിൻ്റെ കെട്ടിടത്തിൻ്റെ നമ്പർ ഉൾപ്പെടെ എൻ്റെ കയ്യിലുണ്ട്. അദ്ദേഹത്തിൻ്റെ കൂടെ ഉള്ള മറ്റു 2 മാനേജർമാർ, 1 മിസ്റ്റർ റയീസ് ആൻഡ് അനദർ മിസ്റ്റർ അസ്ലം, ഈ 2 പേരെക്കുറിച്ച് ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ വലിയ സാമ്പത്തിക ശേഷിയുള്ള ആളുകളും ബിസിനസ്സൊക്കെ ഉള്ള ആളുകളുമൊക്കെയാണ്. ഈ അസ്ലമും റയീസും അവരാരാണ്? അവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്? അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ബിസിനസ് എന്താണ്? ഈ 3 ആളുകൾ മാത്രമുള്ള കമ്പനിക്ക് ഓഫീസ് എവിടെയാണ് എന്നുള്ളതിനെ സംബന്ധിച്ച അന്വേഷണത്തിലാണ് ഞാൻ. അധികം വൈകാതെ തന്നെ 2 ദിവസത്തിനുള്ളിൽ തന്നെ ആ 2 പേരുടെ മുഴുവൻ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ടുള്ള വിവരങ്ങളും ശേഖരിച്ച് സമൂഹത്തെ ഞാൻ അറിയിക്കും. 5 ലക്ഷം രൂപ ശമ്പളം കിട്ടുന്ന ഗൾഫിലെ ജോലി എന്താണെന്ന് വ്യക്തമാക്കാൻ യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് തയ്യാറാക്കണമെന്നും കെ ടി ജലീൽ ആവശ്യപ്പെടുകയാണ്. ഫിറോസിന്റെ ബിനാമി ബിസിനസ്സുകൾ നിയമവിധേയമെങ്കിൽ എന്തിന് മറ്റുള്ളവരുടെ പേരിൽ തുടങ്ങുന്നു? കോൺഗ്രസ് നേതാക്കളായ ഷാഫി പറമ്പിൽ, രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നിവർക്കൊപ്പം ഫിറോസിന് എന്തൊക്കെ ബിസിനസ്സുകളാണ് ഉള്ളതെന്ന് വ്യക്തമാക്കണമെന്നും കെ ടി ജലീൽ മാതൃഭൂമി ന്യൂസിനോട് പ്രതികരിച്ചു. 5.25 ലക്ഷം രൂപ മാസശമ്പളം കിട്ടാൻ ഒരാൾ എത്ര കണ്ട് അധ്വാനിക്കേണ്ടതായിട്ട് വരും? ഇദ്ദേഹം എന്ത് അധ്വാനമാണ് നടത്തുന്നത്? ഇദ്ദേഹം തൻ്റെ കമ്പനിക്ക് വേണ്ടി ചെയ്യുന്ന പ്രവർത്തനം എന്താണ് എന്ന് ജനങ്ങളോടൊന്ന് തുറന്നു പറയട്ടെ. മാത്രമല്ല അദ്ദേഹം പറയുന്നത് ഇതൊക്കെ നിയമവിധേയമാണ്. നിയമവിധേയമാണെങ്കിൽ എന്തിനാണ് അദ്ദേഹം മറ്റൊരാളുടെ പേരിൽ ഇതൊക്കെ തുടങ്ങുന്നത്? സ്വന്തം പേരിൽ എന്തുകൊണ്ടാണ് അദ്ദേഹം തുടങ്ങാത്തത്? എൻ്റെ ബലമായ സംശയം ഇദ്ദേഹത്തിനും രാഹുൽ മാങ്കൂട്ടത്തിനും ബിസിനസ് പാർട്ട്ണർമാരാണോ എന്ന് ഞാൻ ബലമായി സംശയിക്കുന്നുണ്ട്. കാരണം ഇവർ 2 പേരും പല വിദേശ രാജ്യങ്ങളിലും സന്ദർശനം നടത്തിയിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടവും ഇതുപോലെ തന്നെ ഒരുപാട് ബിസിനസ്സുകളിൽ പങ്കാളിയാണെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഷാഫി പറമ്പിൽ
രാഹുൽ മാങ്കൂട്ടം, PK ഫിറോസ്, ഈ 3 ആളുകൾക്ക് എന്തൊക്കെ ബിസിനസ്സുകളാണ് ഒരുമിച്ചുള്ളത്, അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള സാമ്പത്തിക ശേഷിയുള്ള ആളുകളെ മുൻനിർത്തി അവർക്കുള്ളത് എന്നുള്ളതിൻ്റെ ഉത്തരം തീർച്ചയായും നമ്മൾ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. CK വിജയൻ കോഴിക്കോട് നിന്ന് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. രാഷ്ട്രീയ വിശകലനങ്ങളുമായി ചേർന്നത് വിജയൻ, പ്രതിപക്ഷ നിരയിലെ പ്രധാനപ്പെട്ട യുവ നേതാക്കളെ കേന്ദ്രീകരിച്ചുകൊണ്ട് ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു കഴിഞ്ഞ കുറച്ചു കാലമായി UDF നേതൃത്വത്തിൻ്റെയൊക്കെ പ്രവർത്തനങ്ങൾ. അത്ര മിടുക്കരായ ആളുകൾ യുവനിരയിൽ ഞങ്ങൾക്കുണ്ട്, അവരാണ് ഞങ്ങളുടെ അസറ്റ്, അടുത്ത നിര ഇവരാണ്, അവരാണ് കേരളത്തെ നയിക്കുക. അതിനാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വരുന്നത്. ഇപ്പോൾ PK ഫിറോസിനെതിരെയാണ് KT ജലീലിൻ്റെ ആരോപണം വരുന്നത്. രാഷ്ട്രീയമാണ്, അത് വളരെ വ്യക്തവും പ്രധാനവുമാണ്. അതേസമയം തന്നെ ഈ ആരോപണങ്ങൾ വരുമ്പോൾ PK ഫിറോസ് നൽകുന്ന വിശദീകരണം, ഇപ്പോൾ രാഷ്ട്രീയ നേതാക്കൾ രാഷ്ട്രീയത്തിൽ നിന്ന് പണം സമ്പാദിക്കാതെ ബിസിനസ് ചെയ്ത് പണം സമ്പാദിക്കട്ടെ, അതല്ലേ അതിൻ്റെ മാന്യതയും മര്യാദയും എന്നത് ഉൾപ്പെടെയുള്ള അദ്ദേഹത്തിൻ്റെ വാദങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ഈ ആരോപണവും അതിൻ്റെ മറുപടിയിലും ഏതെങ്കിലും തരത്തിലുള്ള വ്യക്തതക്കുറവ് ഇപ്പോഴും നിലനിൽക്കുകയാണോ? തീർച്ചയായും അതെ. PK ഫിറോസ് നൽകിയ മറുപടികൾ പൂർണ്ണമായും പൊതുസമൂഹത്തിനോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടികളിൽ തന്നെ പെടുന്ന അണികൾക്കോ വിശ്വസനീയമായത് അല്ല, അല്ലെങ്കിൽ അത് പൂർണ്ണമല്ല എന്ന് തോന്നുന്നുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം എന്താണ് ബിസിനസ്? വ്യക്തതയില്ല. എവിടെയാണ് ബിസിനസ്? വ്യക്തതയില്ല. ആരാണ് നിക്ഷേപകർ? വ്യക്തതയില്ല. എവിടെ നിന്നാണ് അതിനുള്ള മൂലധനം? വ്യക്തതയില്ല. ഇത്തരം കാര്യങ്ങൾ വളരെ പ്രകടമായി തന്നെ ഈ KT ജലീൽ ഉന്നയിച്ച ആരോപണങ്ങളിൽ അതവിടെ നിലനിൽക്കുന്നുണ്ട്. രണ്ടാമത്തേത് ഈ വരുമാനം സംബന്ധിച്ചാണ്. മാസം 5.25 ലക്ഷം രൂപ വരുമാനമുണ്ടോ എന്ന ചോദ്യം PK ഫിറോസിനോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ അത്രയൊന്നുമില്ല എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ സ്വകാര്യമായി ചിലപ്പോൾ നമ്മളുടെ വരുമാനം പറയണം എന്നില്ല. പക്ഷേ എങ്കിൽ കൂടി ഒരു സംശയത്തിൻ്റെ മുന്നിൽ അദ്ദേഹം നിൽക്കുന്നു എന്നൊരു തോന്നൽ ഉണ്ടാക്കാൻ വേണ്ടി ആ മറുപടികളെല്ലാം തന്നെ കാരണമായിട്ടുണ്ട്. കുറേ കൂടി കൺവിൻസിംഗ് ആയ ഉത്തരം PK ഫിറോസിൽ നിന്ന് പൊതുസമൂഹം പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ എന്താണ് ഇത്രയും, എങ്ങനെയാണ് പണമുണ്ടാക്കിയത്? ഈ പണമുണ്ടാക്കിയ രീതി ശരിയാണോ? എങ്ങനെയാണ് US ഉൾപ്പെടെ അല്ലെങ്കിൽ കാനഡയിൽ ഉൾപ്പെടെയുള്ള ജോബ് വിസകൾ അല്ലെങ്കിൽ ബിസിനസ് വിസകൾ ഉണ്ടാകുന്നത്? ഇത് സംബന്ധിച്ചെല്ലാം തന്നെ കുറേ കാര്യങ്ങൾ KT ജലീൽ ഉന്നയിക്കുന്നുണ്ട്. അതിൽ ചില കാര്യങ്ങൾക്കൊക്കെ നല്ല രീതിയിൽ മറുപടി പറയുന്നതിന് വേണ്ടി ഫിറോസിന് കഴിഞ്ഞിട്ടുമുണ്ട്. പക്ഷേ KT ജലീൽ ഇന്ന് ഉന്നയിച്ച ആരോപണങ്ങളുടെ മുന അവിടെ നിൽക്കുന്നില്ല എന്നുള്ളതാണ് പ്രത്യേകമായും നമ്മൾ ഓർക്കേണ്ടത്. കാരണം അത് രാഹുൽ മാങ്കൂട്ടത്തിലേക്കും ഷാഫി പറമ്പിലേക്കും കൂടി ആ അന്വേഷണത്തിൻ്റെ ഭാഗം അല്ലെങ്കിൽ ആ ഒരു ആരോപണത്തിൻ്റെ മുന അദ്ദേഹം നീട്ടിയിട്ടുണ്ട്. UDFൻ്റെ അകത്തെ പ്രധാനപ്പെട്ട 3 യുവ നേതാക്കൾക്കെതിരെയാണ് ജലീൽ ആരോപണം ഉന്നയിക്കുന്നത്. അതിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ വളരെ പ്രകടമായി തന്നെ അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹത്തിന് പങ്കാളിത്തമുണ്ട് എന്ന കാര്യം എനിക്ക് സംശയമുണ്ട് എന്നുള്ളത്. ഷാഫി പറമ്പിലിനെ കൂടി ആ ഗ്രൂപ്പിലേക്ക് അദ്ദേഹം കൊണ്ടുവരുന്നു. ഇവർ 3 പേരും ചേർന്ന് UDFൻ്റെ രാഷ്ട്രീയത്തെ മ്ലേച്ഛമാക്കുന്നു എന്നതുൾപ്പെടെ, അതായത് KT ജലീലിൻ്റെ ഈ ആരോപണത്തിനകത്തുള്ള രാഷ്ട്രീയ ഉദ്ദേശം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് എന്നർത്ഥം.